മിനിറ്റ് ചോദിക്കും. ആ ഇവർക്ക് പിന്നെ പിന്നല്ല. നിവർത്തിയില്ലാത്തതുകൊണ്ട് പിടിച്ചു നിർത്തി. അങ്ങനെ ഉം. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടൊക്കെ എന്താ പറയാ വീട്ടിലെ അമ്മയുടെ പ്രാർത്ഥനയൊക്കെ കൊണ്ട് ജോലിക്ക് ഉം. കയറി. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ നല്ല സൈറ്റ് അതെ. തന്നു വരും. ഉം. ശ്രുതി വന്നത്. ശ്രുതി എൻ ഹായ് ഹായ്. എന്റെ വിജയജി അവിടെ പൊന്നെ. ഓക്കെ അല്ലേ? വിജയജി ഭക്ഷണമൊക്കെ കഴിച്ചില്ലയോ? കൊഴപ്പില്ലടാ. ഇപ്പൊ ഞാൻ ഫുഡൊക്കെ കഴിച്ചു. കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല. സേഫാണ്. ആ പിന്നെ പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ടല്ലോ. ഈ പറഞ്ഞിട്ടെവിടാ കാര്യം. ജമീത്ത ഹായ് ഹായ്. സുഖമായിട്ടിരിക്കുന്നു ജമീത്ത. വിജി മുത്ത് എന്റെ പാട്ടുപാടാ. ആയിരം കണ്ണുമായി അല്ലേ ജമീത്ത? ആ പാടിക്കോ പാടിക്കോ. അതാണോന്ന് ആയിരം കണ്ണുമായി അത് ആണോ അതോ ആയിരം കണ്ണ് പുലർക്കാലസുന്ദരാണോ? ഏതാ ശ്രുതി വന്ന. ശ്രുതി ഹായ് ഹായ്. എടി ശ്രുതി എന്ത് പണിയാ കാണിച്ചത്? നിന്നെ തിരക്കി എത്ര പേര് ഇവിടെ ഉണ്ടെന്ന് അറിയുമോ? നീ നീ എന്നോട് ചതി ചെയ്തു ശ്രുതി കേട്ടോ. നീ നേരത്തെ വരാന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് ശ്രുതി വന്നിട്ട് നീ എന്തൊക്കെയാ പാടുന്നതാണല്ലേ? ശ്രുതി പാടും. ആര് ഉം. പറഞ്ഞു മ്യാവ് മ്യാവ് ഞാനാ നിങ്ങളെ എന്തോ ഊതിയോ. അങ്ങനെയൊന്നും പറയരുത്. ഞങ്ങൾ അതേലാണ് തുടങ്ങുന്നത്. ശ്രുതിക്ക് പാട്ടറിയാം. ശ്രുതിക്ക് വന്നു കഴിഞ്ഞാൽ ശ്രുതിക്ക് ഭയങ്കര ടയർഡാ. ശ്രുതി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ശ്രുതി വന്നു കഴിഞ്ഞാൽ എടാ എനിക്ക് വയ്യടാ, തലവേദനയാടാ, ഞാൻ ചിരിക്കത്തില്ലടാ, ഞാൻ അങ്ങനെ ആടാ എന്നൊക്കെ. ശ്രുതി അങ്ങ് ഭയങ്കര അങ്ങ് ലാഗാ. പിന്നെ ഞങ്ങൾ ഇവിടെ വന്ന് ലൈവ് ഇവിടെ കൊണ്ടുവന്നിട്ട് ചിരിപ്പിച്ച് വിട്ട് അവസാനം ശ്രുതി പറയും നാളെ വരാം, നാളെ ഉറപ്പായിട്ടും പാടുവെക്കെന്ന് പറയും. പിറ്റേന്ന് വരുമ്പോഴും ഇതൊക്കെ തന്നെ. അതാണ് നമ്മുടെ ശ്രുതി. പക്ഷെ ആള് ഉം. കുഴപ്പമില്ല, പാവോ, നല്ല കമ്പനി കേട്ടോ. ഉം. ചേച്ചി ഒരു പാട്ട് പാട് ചേച്ചി. ചേച്ചി ഒരു പാട്ട് പാട്. എന്തോ ഒരു അത് പാട്ട് ആ പാടി. പാട്ടാണെന്ന് തോന്നുന്നു. ആ പാട്ട് പാടിക്കോ പാടാം. പാടിക്കോ ചേച്ചി പാടിക്കോ. ജമീത്തക്ക് ഇഷ്ടമുള്ള പാട്ടാണത്. മഞ്ഞും വീണതറിഞ്ഞില്ല, വെയിൽ വന്നു പോയതറിഞ്ഞില്ല, ഓമനേ നീ വരും നാളുമെണ്ണീരുന്നു ഞാൻ, പൈങ്കിളി മലർത്തേൻ കിളി, ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേൻ കിളി, പൈങ്കിളി മലർത്തേൻ കിളി, ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേൻ കിളി, പൈങ്കിളി മലർത്തേൻ കിളി. ഓക്കെ. ഓക്കെ ചേച്ചി, അടിപൊളിയായിട്ട് പാടി കേട്ടോ. അടിപൊളിയായിട്ട് പാടി. സൂപ്പർ. ശ്രുതി വന്നിട്ട് പറയുന്നുണ്ട് ഹായ് ഏക്കെ എന്ന് പറ. ശ്രുതി ഹായ്. എന്ത് ശ്രുതി ഹായ് നന്ദു എന്ന് പറയുന്നുണ്ട്. നന്ദു വന്നിട്ട് പോയി ശ്രുതി. പിന്നെ അതേ കണക്ക് തന്നെ നമ്മുടെ അർഷാദ് വന്നിട്ടില്ല. ശ്രുതി പുരുഷനാണ് എന്ന് പറയുന്നുണ്ട്. ശ്രുതി പുരുഷനാണോ? ശ്രുതി അവിടെ പുരുഷനാണെന്ന് പറയുന്നുണ്ട്. എന്തു പറയേ. പിന്നെ എന്തുകൊണ്ട് പിന്നെ എന്തൊക്കെയാ പറയുന്നത് നമുക്കൊന്ന് മനസ്സിലാവും. ശ്രുതി പുരുഷനാണെന്ന്. ശ്രുതിലക്ഷ്മി എന്നല്ലേ പേര്? അപ്പൊ ശ്രുതി പെണ്ണല്ലേ? ആന്ന് ചേച്ചി, എന്റെ ടൂതർ ഇന്നലെ വന്ന് പാടിയത് എടുത്തിട്ട് ഞാൻ പെണ്ണിനെ കൊണ്ട് ലൈവ് ഇട്ട് കാണിച്ചതാ. നമ്മുടെ അടുത്ത് എന്തിനാ കളർ? അതുമല്ല ശ്രുതി നമുക്ക് അറിയാതെ എത്രയോ ലൈവ് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ എന്നെ പറ്റിച്ച. ഭക്ഷണമൊക്കെ കഴിച്ചില്ലേ ചേച്ചി? കഴിച്ചില്ല. നീ കഴിച്ചാ? അർഷാദ് എന്ന് പറഞ്ഞ് ഇടിക്കുന്നുണ്ട്. അപ്പൊ അവരെ അവരെ അറിയാവുന്ന ആരാണ്ടാ. ഇങ്ങനെ പിന്നെ പറ്റിച്ചായിരിക്കും. ജമീല പോയോ? ജമീല ചേച്ചി പോയോ? ജമീല ചേച്ചിക്ക് ഒരു പാട്ട് പാടണോ? അടുത്തൊരു ജമിത പാട്ട്, ചേച്ചി 2 പാട്ട് പറഞ്ഞില്ലായിരുന്നു ബി ചേച്ചി? 2 പാട്ട് പറഞ്ഞില്ലായിരുന്നോ? അത് പുലർക്കാല സുന്ദരായിരിക്കും. ജമിത്ത് എവിടെ? അത് പാട്, പോയാ? അത് പാട്, അത് പാട്. പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായി മാറി,
പുലർക്കാല